ഹായ് ഹലോ എല്ലാവർക്കും ബബ്ലു ആൻഡ് എൻജോസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. അതിന് പറ്റുന്നൊരു മാനസികാവസ്ഥയുമായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നത് കേട്ടോ. ബബ്ലു കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജായി. ലാസ്റ്റ് വാക്സിനേഷനും എല്ലാം കഴിഞ്ഞത്. ഒരുപാട് പേര് മെസ്സേജായിട്ടൊക്കെ ചോദിച്ചു കേട്ടോ ബബ്ലുവിന് എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എല്ലാമായി ബബ്ലു തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ എല്ലാവരോടുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി. അങ്ങനെ കഴിഞ്ഞ മാസം 22-ാം തീയതി മെയ്യിലായിരുന്നു കേട്ടോ ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഒരു മാസം ഏകദേശമായി കഴിഞ്ഞു. കഴിഞ്ഞ 22-ാം തീയതി രാവിലെ സ്വിഗ്ഗിയിൽ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ഗേറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഫുഡ് കൊണ്ടുവന്നത് ബാക്കിലത്തെ ഗേറ്റിൽ കൂടിയായിരുന്നു. പക്ഷേ ഗേറ്റ് അടയ്ക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ബബ്ലു എപ്പോഴും അവിടെയും ഇവിടെയെല്ലാം ഗേറ്റിൻ്റെ സൈഡെടുത്ത് പോയി നിൽക്കുന്നുണ്ടെങ്കിലും പുറത്തോട്ട് അങ്ങനെ അധികം ഇറങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് എന്തോ അവൻ വേറെ ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവൻ പുറത്തോട്ട് എങ്ങനെയും ഇറങ്ങിയിട്ടുമുണ്ട്. ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല. എനിക്ക് ഓൾറെഡി വർക്ക് ഉള്ള സമയമായതുകൊണ്ട് ഞാൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കുറേ കഴിഞ്ഞ് ഇവനെ കാണുന്നില്ല. ഏട്ടനാണെങ്കിൽ പുറത്ത് പോയേക്കുമായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം എന്നോട് ഇവൻ എവിടെയെന്ന് ചോദിച്ച സമയത്താണ് ഇവൻ റൂബിയുടെ വീട്ടിലില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ദൃശ്യ അന്ന് ആ സമയത്ത് ഇവിടെയുണ്ട്. അപ്പോൾ ദൃശ്യ പോയി നോക്കുന്ന സമയത്ത് കാണുന്നതാണ് ഈ ഒരു 5 ഡോഗ്സിൻ്റെ ഇടയിൽ ഇവൻ കിടന്നിട്ട് അവർ കടിച്ച് പറിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ എല്ലാവരോടുമായിട്ട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്കുള്ള എൻ്റെ ഒരു മാനസിക ബന്ധമാണ് ബബ്ലുവും ഞാനും തമ്മിലുള്ളത്. എൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടായ സമയത്ത് എൻ്റെ ജീവിതത്തിലോട്ട് വന്ന ഒരു ആളാണ് ബബ്ലു. അപ്പോൾ ഞാൻ അതിനെ അതുപോലെയാണ് കാണുന്നതും. ഈ ഒരു വീഡിയോയ്ക്ക് എത്രത്തോളം ഓഡിയോ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും ഇമോഷണലാണ് അവൻ്റെ ഒരു കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ എടുത്തതും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് വിഷമാവുന്ന എല്ലാം എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന, ഞാനും ഏട്ടനും ദൃശ്യയും ദേവിയും എല്ലാം ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. ഈ ഒരു സംഭവം പറ്റി അവൻ വീട്ടിൽ വന്ന സമയത്ത് അവൻ ആദ്യം എൻ്റെ റൂമിലോട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അവനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മരുന്നും എല്ലാം തരും, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതെല്ലാം നിങ്ങൾ പുരട്ടുക, അല്ലാണ്ട് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സർജറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാനായിട്ട് അവിടെ നിന്നുള്ള അതിനുള്ള ഫെസിലിറ്റി ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, അരുമ പെറ്റ് ഹോസ്പിറ്റൽ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഇതിനു മുമ്പ് നമ്മൾ പല കാര്യങ്ങൾക്ക് അവിടെ ഡോക്ടർ രമ്യ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഡോഗ്സിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണെന്നുള്ളത് കൂടുതൽ അറിയുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണ് അരുമ പെറ്റ് ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മളവിടെ ചെല്ലുന്നു. അവരാദ്യം തന്നെ അവൻ്റെ ഫുൾ ഹെയർ റിമൂവ് ചെയ്തു. ആ ഒരു സമയത്താണ് എത്രത്തോളം മാന്തലും പൊട്ടലും അവൻ്റെ മേത്തുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്സിജൻ ലെവലൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഓക്സിജൻ ആദ്യത്തെ 2 ദിവസം ഓക്സിജനിലൊക്കെയാണ് ആൾ നിന്നത്. പിന്നെ അവന് ചെറിയ സർജറി ഉണ്ടായിരുന്നു. അതൊന്നും അവൻ്റെ ഓക്സിജൻ ലെവലെല്ലാം നോർമൽ ആവാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ സർജറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. പിന്നെ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, പൊട്ടലുണ്ടായിരുന്നു. അപ്പം അതെല്ലാം റെഡിയാവാനായിട്ട് ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഓരോ ഡോക്ടേഴ്സും ഓരോ നഴ്സുമാരും അത്രയും കെയർ ചെയ്തിട്ടാണ് ബബ്ലുവിനെ നോക്കിയത്. അവർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് അവനെ നമ്മുടെ കൂടെ വരാൻ വേണ്ടി അവൻ ആ കാണിക്കുന്ന സ്നേഹവും. പക്ഷേ ഇതുവരെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അവനങ്ങനെ മാറി നിന്നിട്ടില്ല. ഇവൻ ഞങ്ങൾ എറണാകുളത്ത് പോവുകയാണെങ്കിൽ പോലും അവൻ നമ്മുടെ കൂടെ കാറിലുണ്ടാകും. അവന് 14 ദിവസം ഞങ്ങൾ പിരിഞ്ഞിരുന്നു. പക്ഷേ ഡെയിലി 3 തവണ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഞങ്ങൾ അവനെ കാണാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. 22 മെയ് എന്ന് പറയുന്ന ആ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊരു മരിച്ച വീട് പോലെയായിരുന്നു നമ്മുടെ വീടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം രാത്രി ഞാനോ ഏട്ടനോ മക്കളോ ആരും ഉറങ്ങിയിട്ടില്ല. കാരണം അവൻ ഹോസ്പിറ്റലാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. രാത്രിയാണെങ്കിലും 1 മണിക്കൊക്കെ ഞാൻ ആ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ് തരും. പക്ഷേ അന്നത്തെ ദിവസം അവരുടെ അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു അപ്ഡേറ്റ് പറയാനുള്ള ആ ഒരു
ഇത് എത്തിയിട്ടില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് 24 hours കഴിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഏകദേശം അവൻ തിരിച്ചു വരും എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നു തുടങ്ങിയത്. എന്തായാലും 12 ദിവസത്തോളം അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അവൻ്റെ വാക്സിനേഷൻ എല്ലാം ഇന്നലത്തോട് കൂടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞത്. ഇപ്പോൾ അവൻ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ കൂടെ നമ്മുടെ വീട്ടിൽ ഉണ്ട്. ഇപ്പോൾ പുറത്തോട്ടൊന്നും പോകില്ല. എപ്പോൾ നോക്കിയാലും ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് ആളുടെ കിടപ്പൊക്കെ കേട്ടോ. നമുക്ക് ആ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒന്ന് തിരിച്ചു വരാം കേട്ടോ. ബബ്ലുവിൻ്റെ വിശേഷം അറിയാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എല്ലാവരും ബബ്ലുവിനെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും കാണുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.